പിന്നെ അരവിന്ദ് കെജ്രിവാളാണ് നാഷണൽ വാർത്തകളിൽ പ്രധാനപ്പെട്ടത്. 5.5 മാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. അത് സത്യം പറഞ്ഞാൽ കേജ്രിവാളിന്റെ ഒരു വലിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഉൾപ്പെടെ ഇനി ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ കേജ്രിവാൾ വളരെ സജീവമായി തന്നെ ഇനി ഉണ്ടാവും. അത് പ്രവർത്തകർക്ക് ഉൾപ്പെടെ നൽകിയ ഒരു ആവേശം ചെറുതൊന്നുമല്ല കേജ്രിവാളിന്റെ ഒരു പുറത്തെ ജയിൽ മോചനം എന്നുള്ളത്. ഒപ്പം തന്നെ കൂട്ടിലടച്ച തത്തയാവരുത് എന്നാണ് CBIയോട് ഇന്നലെ കോടതി പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും, ഉയർത്തി കാണിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ CBI ജാമ്യം നൽകിയത് അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കെതിരെ വീണ്ടും പോകുന്നു, അതിനെതിരെ വീണ്ടും വരുന്നു. അങ്ങനെയൊക്കെ ആയി വലിയൊരു പോരാട്ടം ഇനിയും തുടരും. പ്രത്യേകിച്ച് ഓരോ തവണ ജാമ്യം റദ്ദാക്കുമ്പോഴും അത് ഒരു തിരിച്ചടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇത്രയും കാലം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് ശരിക്കും കേജ്രിവാളിന് വളരെ ഊർജം പകരുന്ന ഒരു വിധിയായിരുന്നു വീണ്ടും പാർട്ടിക്കും. അപ്പൊ വീണ്ടും സജീവമായി ഇന്നലെ തന്നെ ഈ പറഞ്ഞ പോലെ മഴയിലൊക്കെ അവഗണിച്ച് പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒക്കെ വലിയ ആവേശത്തോടെയാണ് കേജ്രിവാളിനെ ഇന്നലെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി സജീവമായി അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുമ്പോൾ, അത് ഹരിയാനയിലെ ഇലക്ഷൻ ഉൾപ്പെടെ മുൻനിർത്തി ഇറങ്ങുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായും അതാണ് പ്രധാനം. ഏതായാലും കെജ്രിവാൾ പുറത്തുണ്ട്. അദ്ദേഹം ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.